ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജി പാർട്ടാണ് കാണുന്നത്. പ്രീവിയസ് ഒരു വീഡിയോയിൽ നമ്മൾ എക്കണോമെട്രിക്സ് എന്താണെന്ന് കണ്ടു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസിക്കൽ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ആണ്. ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇതിനെ ട്രഡീഷണൽ മെത്തഡോളജി എന്നും പറയുന്നു. അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഗുജറാത്തി ബുക്കിനെ ആസ്പദമാക്കിയാണ് ഞാൻ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ട്രഡീഷണൽ എക്കണോമെട്രിക് മെത്തഡോളജി ഈ പറയുന്ന ഒരു 8 സ്റ്റെപ്പാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്കറിയാം മെത്തഡോളജി എന്ന് പറയുന്നത് ഏതൊരു സബ്ജക്റ്റിന്റെയും മെത്തഡോളജി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി, ആ സബ്ജക്റ്റിന്റെ ഒരു സ്വഭാവം, ആ സബ്ജക്റ്റിന്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ നമുക്ക് ആ മെത്തഡോളജിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അപ്രകാരം തന്നെ എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജി ആ ഒരു അർത്ഥത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജി ഒരു 8 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി ഓർ ഹൈപ്പോത്തിസിസ്. അതായത് നമ്മളൊരു എക്കണോമിക് തിയറി, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് എംപിരിക്കൽ വേരിഫിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കണോമിക് തിയറീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് കൊണ്ടുവരുന്ന ഒരു ജോലിയാണ് എക്കണോമിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു തിയറി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ഒരു എക്സാമ്പിൾ പരിശോധിച്ച് നോക്കുക. അത്തരത്തിലുള്ള ഒരു തിയറിയാണ് കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസ്. അപ്പൊ കെയ്ൻസിന്റെ ഈ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനിൽ കെയ്ൻസ് പറയുന്നത് ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷെ ഇൻകം കൂടുന്നതിന്റെ അത്രയും കൺസംഷൻ കൂടുന്നില്ല. അല്ലെങ്കിൽ MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ലെസ് ദാൻ 1 ആണ്. ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കെയ്ൻസ് അത്ര മാത്രമേ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി തിയറി ഓർ ഹൈപ്പോത്തിസിസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദി തിയറി. അതായത് കെയ്ൻസ് പറഞ്ഞ ആ തിയറി പിന്നീട് വന്ന എക്കണോമിസ്റ്റുകൾ, പിന്നീട് വന്ന മാത്തമാറ്റിക്കൽ എക്കണോമിസ്റ്റുകൾ അതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ രൂപത്തിലേക്കാക്കും. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ രൂപത്തിലേക്കാക്കുമ്പോൾ, ഒരു മാത്തമാറ്റിക്കൽ മോഡലിന്റെ രൂപത്തിലേക്കാക്കുമ്പോൾ അത് കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ എളുപ്പവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇന്റർപ്രിറ്റേഷൻ കുറച്ചുകൂടെ സൗകര്യമുള്ളതുമാണ്. നമുക്കറിയാം മോഡൽ എന്താണ്. ഒരു മോഡൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മള് പരസ്യങ്ങളിലൊക്കെ മോഡൽസിനെ കാണും. അപ്പൊ മോഡൽസ് ധരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെ മോഡൽസിന്റെ ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഇൻസൈറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മോഡലിംഗ്, ആ ഒരു ഐഡിയ അതാണല്ലോ. ഇവിടെ അത് തന്നെ നമ്മളൊരു മോഡൽ, ആ ഒരു മോഡല് ജനറലൈസേഷന്റെ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ മോഡൽ ഉപയോഗിക്കുന്നത്. സോ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് അതൊരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്കൊരു മാത്തമാറ്റിക്കൽ മോഡൽ കാണാം. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, കെയ്ൻസിന്റെ തിയറിയെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Y = ആൽഫ പ്ലസ് ബീറ്റ എക്സ്. അതിലെ Y എന്ന് പറയുന്നത് കൺസംഷനും എക്സ് എന്ന് പറയുന്നത് ഇൻകവുമാണ്. ഈ ആൽഫയും ബീറ്റയും അൺനോൺ പാരാമീറ്റേഴ്സ് ആണ്. അത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട അൺനോൺ പാരാമീറ്റേഴ്സ് ആണ് ഈ ആൽഫയും ബീറ്റയും. അപ്പം കെയ്ൻസ് പറഞ്ഞ് ഈ കൺസംഷനും ഇൻകവും തമ്മിലൊരു റിലേഷൻഷിപ്പ് അത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതിയിരിക്കുകയാണ്. Y = ആൽഫ പ്ലസ് ബീറ്റ എക്സ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, മാത്തമാറ്റിക്കൽ മോഡൽ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എക്കണോമെട്രിക് മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു എക്കണോമെട്രിക് മോഡൽ കാണാം. ഇതാണ് ഒരു എക്കണോമെട്രിക് മോഡൽ. അപ്പൊ ഈ എന്താണ് എക്കണോമെട്രിക് മോഡൽ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ മാത്തമാറ്റിക്കൽ മോഡലിന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് എക്കണോമെട്രിക് മോഡൽ വരുന്നത്. നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിന്റെ പ്രശ്നം എന്താണ്? അതായത് മാത്തമാറ്റിക്കൽ മോഡല് തിയറി എന്താണോ പറയുന്നത് അത് അപ്പടി തന്നെ ഒന്ന് മാത്തമാറ്റിക്കലി എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ട് വേറൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. തിയറി എന്ത് പറയുന്നു അത് ആസ്വദിച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യുന്നത്. നമ്മുടെ ഈ എക്സാമ്പിളില് കെയ്ൻസ് പറയുന്നത് ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നുണ്ട് എന്നുള്ളതാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷെ നമ്മൾ റിയൽ ലൈഫ് സിനേറിയോ അല്ലെ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം മാത്രമാണോ നമ്മുടെ കൺസംഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ? യെസ്, ഓഫ് കോഴ്സ് ഇൻകം കൺസംഷനെ അഫക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷെ ഇൻകം അല്ലാതെ പല വേരിയബിൾസ് നമ്മുടെ കൺസംഷനെ അഫക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികള് പ്രത്യേകിച്ച് ഇൻകം ഇല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് കൺസംഷൻ ഉണ്ട്.
അപ്പൊ അവരുടെ ആ ഒരു കൺസംഷൻ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണോ ഉള്ളത്? അല്ല, ഇൻകം അല്ലാതെ വേറെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി മുതിർന്നവരിലും വേരിയസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരാൾ കൺസ്യൂം ചെയ്യുന്ന പോലെയാണ് തന്നെയാണോ അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഒരാൾ കൺസ്യൂം ചെയ്യുന്നത്? അതുപോലെ സ്ത്രീകൾ കൺസ്യൂം ചെയ്യുന്ന പോലെയാണോ പുരുഷന്മാർ കൺസ്യൂം ചെയ്യുന്നത്? പിന്നെ നമ്മുടെ ഈ ചെയിൻ സ്മോക്കേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ളവർ കൺസ്യൂം ചെയ്യുന്നത് വേറൊരു പാറ്റേൺ ആണ്. സോ നമ്മുടെ അതുപോലെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്ന പോലെയാണോ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്നത്? സോ വേരിയസ് ഫാക്ടേഴ്സ് അതർ ദാൻ ഇൻകം അഫക്ട് അവർ കൺസംഷൻ. അതാണല്ലോ അതിന്റെ ഒരു മീനിങ്. അപ്പം നമ്മള് ഈ നമ്മുടെ കൺസംഷനെ പ്രൊഡിക്ട് ചെയ്യാൻ ഇൻകം എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ എടുക്കുകയും, സോറി, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു വേരിയബിൾ വിട്ടുപോയത് വെൽത്ത് ആണ്, സമ്പത്ത്. അത് ഈ പറയുന്ന ഇൻകം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന വേരിയബിളിൽ ഒന്നാണ് ഈ വെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പം വെൽത്തി ആയിട്ട് ഒരാൾ, അദ്ദേഹത്തിന്റെ കൺസംഷൻ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. വെൽത്ത് കൂടുന്തോറും കൺസംഷൻ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇൻകം അല്ലാതെ ധാരാളം ഫാക്ടേഴ്സ് നമ്മുടെ കൺസംഷൻ അഫക്ട് ചെയ്യുന്നു. സോ ഇവയെ ഉൾക്കൊള്ളാതെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫോർകാസ്റ്റിംഗിലേക്ക് പോകുക എന്ന് പറയുന്നത്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കുന്ന റിസൾട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എക്കണോമെട്രിക് മോഡൽ ഡെവലപ്പ് ചെയ്യും. ആ എക്കണോമെട്രിക് മോഡലിന്റെ എക്സ്ട്രാ ഒരു ടേം ആഡ് ചെയ്യുന്നു യു. ആ യു എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ടേം ആണ്, സ്റ്റൊക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടേം ആണ്. അതിന് എറർ ടേം എന്ന് പറയുന്നു. അത് റാൻഡം നേച്ചർ ആണ്, അല്ലെങ്കിൽ അതൊരു ഫിക്സഡ് ഇതല്ല, അതിനൊരു റാൻഡംനെസ് ഉണ്ട്. അതാണ് എക്കണോമെട്രിക് മോഡൽ. സോ എക്കണോമെട്രിക് മോഡൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്കണോമെട്രിക് മോഡൽ കഴിഞ്ഞിട്ട് പിന്നെ വൺസ് എക്കണോമെട്രിക് മോഡൽ ക്രിയേറ്റഡ്, നമ്മുടെ മോഡൽ അവിടെ വരെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മോഡൽ സെറ്റ് ചെയ്യും. പിന്നെ അടുത്ത ജോലി എന്ന് വെച്ചാൽ ഡാറ്റ കളക്ഷൻ ആണ്, ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പൊ ഈ ഡാറ്റ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യും. ഇവിടെ ഈ ഉദാഹരണത്തിൽ നമ്മുടെ കൺസംഷൻ ഇൻകത്തിനെ ഡാറ്റ എടുക്കും. എന്നിട്ട് ആ ഡാറ്റയെ അവർ സോർട്ട് ചെയ്യും. അവരെ ഈ പറയുന്ന പോലെ ചാർട്ട് ടേബിൾ രൂപത്തിലാണ് അനലൈസ് ചെയ്യാനായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിക്കും. ഇനി വൺസ് ഡാറ്റ ഈസ് കളക്റ്റഡ്, ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വി വിൽ എസ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എക്കണോമെട്രിക് മോഡലിൽ കണ്ടപോലെ പാരാമീറ്റേഴ്സ്, അവിടെ ആൽഫയും ബീറ്റയും ആണ് പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പൊ ഈ ആൽഫയുടെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻകം പൂജ്യമായിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ ആ ഇക്വേഷനിൽ എക്സിന് 0 വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് y = ആൽഫ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തും. അതായത് ഇൻകം പൂജ്യമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്രപോലെ കൺസ്യൂം ചെയ്യും, അതാണ് ആൽഫയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇൻകം പൂജ്യമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, അതിനെ നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ. ഇനി എന്താണ് ബീറ്റ കാണിക്കുന്നത്? ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം 1 യൂണിറ്റ് കൂടുമ്പോൾ കൺസംഷൻ അതനുസരിച്ച് എത്രത്തോളം മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ബീറ്റ കാണിക്കുന്നത്. നമ്മുടെ തിയറി പറയാത്ത കാര്യം. ഇൻകം 1 യൂണിറ്റ് കൂടുമ്പോൾ അതനുസരിച്ച് കൺസംഷൻ എത്രത്തോളം കൂടും. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ, എന്റെ എക്സ് 1 യൂണിറ്റ് കൂടുമ്പോൾ വൈയിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാകുന്നു, അതാണ് ബീറ്റ കാണിക്കുന്നത്. സോ അതാണ് നമ്മുടെ എസ്റ്റിമേഷൻ പാർട്ട്. വി ആർ എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദി എക്കണോമെട്രിക്. ഇനി വൺസ് പാരാമീറ്റേഴ്സ് ആർ എസ്റ്റിമേറ്റഡ്, അടുത്ത സ്റ്റെപ്പാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റെപ്പ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ കൊടുത്ത ഹൈപ്പോത്തസിസ് അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കെയ്ൻസിന്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് MPC ഈസ് പോസിറ്റീവ് ബട്ട് ലെസ് ദാൻ 1 എന്നാണ്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ പാസ്സായാൽ, വേരിയസ് ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റിൽ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ പാസ്സായാൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എന്നാൽ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഫെയിൽ ആയി എന്ന് വിചാരിക്കാം. ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും മെത്തഡോളജി, പിന്നെ തിരിച്ച് ഒന്നേന്ന് പിന്നെയും തുടങ്ങി. അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പാസ്സായ ഡാറ്റ മാത്രമേ, അല്ലെങ്കിൽ പാസ്സായ ആ ഒരു മോഡൽ മാത്രമേ നമുക്ക് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള ഡാറ്റയുടെ ഒരു അനാലിസിസ് വെച്ച് ഫ്യൂച്ചർ വാല്യൂസിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാളത്തെ ഇതിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മുടെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഫോർകാസ്റ്റിംഗ് പ്രഡിക്ഷൻ കഴിഞ്ഞ് പിന്നെ നമുക്കത് പോളിസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ ഗവൺമെന്റിന് ഏതെങ്കിലും പോളിസി ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇത്രയും പാസ്സായി കഴിഞ്ഞാൽ, ഇത്രയും ഫോർകാസ്റ്റിംഗ് പ്രഡിക്ഷൻ വരെ എത്തിയ സംഭവം ഗവൺമെന്റ്സിന് പോളിസി പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഇതാണ് നമുക്ക് എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജി പാർട്ടിലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്കിപ്പോ ഞാൻ ഇപ്പൊ കെയ്ൻസിന്റെ തിയറി എടുത്ത് പറഞ്ഞു. ഇനി അതല്ല, നമുക്ക് പ്രാക്ടിക്കലി വളരെ അധികം എക്സാമ്പിൾസ് എടുത്ത് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ എ ഐ ക്യാമറ എന്തെങ്കിലും എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോക്കാം, അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഗവൺമെന്റിന് സജഷൻ കൊടുക്കും എ ഐ ക്യാമറ ഉള്ളതുകൊണ്ട് ഗുണം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കൂടുതൽ സ്ഥാപിക്കും. അല്ലെ എ ഐ ക്യാമറ ഉണ്ടായിട്ട് ഗുണം ഉണ്ടായില്ല, ഈ പറയുന്ന പോലെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊന്നും നടന്നില്ല, അതുകൊണ്ട് അങ്ങനെ നമുക്ക് നടത്താനായിട്ട് പറ്റും. സപ്പോസ് നിങ്ങളൊരു ഒരു ഒരു കച്ചവടം തുടങ്ങാനായിട്ട് പോവുകയാണ്, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ്. സോ ആ പ്രോഡക്റ്റിനെ അഡ്വർടൈസ്മെന്റ് എന്തോരം ബാധിക്കുന്നു, നിങ്ങളുടെ സെയിൽസിനെ എന്തോരം അഡ്വർടൈസ്മെന്റ് ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് ഈ പറയുന്ന പോലെ എത്തിച്ചേരാനായിട്ട് പറ്റും. സോ വളരെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു.